ഗുഡ് ഈവനിങ് മക്കളെ. അപ്പോൾ ക്ലാസ് 4 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് മിസ് ഇതാ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള പാറ്റേൺ തന്നെയാണ് നമുക്ക് ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് നമ്മൾ ലൈവിൽ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലൊക്കെ തന്നെയാണ് കുറച്ച് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും കുറച്ച് പാറ്റേണും ഒക്കെ ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കറക്റ്റായിട്ട് പ്രതീക്ഷിച്ച പോലെ തന്നെ എഴുതാൻ പറ്റിയോ? പഠിച്ച പോലെയൊക്കെ എഴുതാനായിട്ട് പറ്റിയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. അപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യം 4210 തന്നിട്ടുണ്ട്, 4320, 4430, പിന്നെ ഇതാണ് വരിക, അതായത് ഒരു 110ൻ്റെ ഇൻക്രീസ് ആണ് വരുന്നത് അല്ലേ. 210 ഇവിടെ 320 ആണ്, സോ ഒരു 110 ആണല്ലോ. 320ൻ്റെ കൂടെ ഒരു 110 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 420 + 10 430. അപ്പോൾ ഒരു 1000 കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട്. ദെൻ 4540, 4650, അങ്ങനെ എന്ത് വരുന്നു? നമ്മുടെ പാറ്റേൺ പോകുന്നു. അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത് 5200, 5450, അതുപോലെ 700, പിന്നെ എന്ത് വരും? ഒരു 250 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോവാണ് അല്ലേ. 250 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോവാണ്. ദെൻ 8600, 8200, 7800, ദെൻ എന്ത് വരും? 7400, 7000. അപ്പോൾ ഒരു 400ൻ്റെ ഡിക്രീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ, മൈനസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ വൺ ഓഫ് ദ പാറ്റേൺസ് ഗിവൺ ഈസ് കറക്റ്റ്, ടിക്ക് ദ റൈറ്റ് വൺ. അപ്പോൾ ഏതോ ഒരു പാറ്റേൺ കറക്റ്റ് ആണ്, അത് ഏതാണെന്ന് അറിയാനായിട്ട് ടിക്ക് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വരും, മൂന്നാമത്തെ പാറ്റേൺ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അതിലെന്താണ് വ്യത്യാസം വരുന്നത്? 1100ൻ്റെ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4300 ആണ് വരുന്നത്. സോ 4300ൻ്റെ കൂടെ ഒരു 1100 കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 5400. ദെൻ അതിൻ്റെ കൂടെ ഒരു 1100 കൂട്ടി, അങ്ങനെ ഈ ഒരു പാറ്റേൺ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ, റൈറ്റ് എ പാറ്റേൺ ഇൻവോൾവിങ് 4 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് 4 ഡിജിറ്റ് നമ്പേഴ്സ് വരുന്ന എന്ത് പാറ്റേൺ നിങ്ങൾക്ക് എഴുതാം. 1000, 1100, 1200, 1300, 100 വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ 50 വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറയുന്നു, അങ്ങനെ ഇഷ്ടമുള്ള ഒരു പാറ്റേൺ അങ്ങോട്ട് എഴുതുക അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 100 സ്റ്റുഡൻസ് ഓഫ് മഞ്ചാടിക്കുന്ന് LP സ്കൂൾ വെന്റ് ഫോർ 1 day സ്റ്റഡി ടൂർ. ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ടൂർ ഇസ് ഗിവൺ ഇൻ ദ ടേബിൾ. അപ്പോൾ അതിനുള്ള മൊത്തം ചെലവ് അവിടെ തന്നിട്ടുണ്ട്. ബസ് ആയാലും ഫുഡ് ആയാലും ടിക്കറ്റ് ആയാലും പാർക്കിംഗ് ചാർജ് ആയാലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. Each student gave ₹175 for the tour. What was the total amount? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 175 ആണ് ഒരാൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. അങ്ങനെ എത്ര പേരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? 100 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 175 × 100 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഹൗ മച്ച് വാസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ഫുഡ് മോർ ദാൻ ദാറ്റ് ഓഫ് ടിക്കറ്റ്? ടിക്കറ്റിനേക്കാളും എത്ര കൂടുതലാണ്? അപ്പോൾ ടിക്കറ്റിന് 3210 ആണ്, ഫുഡിന് 6150 ആണ്. അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറുത് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതായത് 6150 മൈനസ് 3210 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ സ്റ്റഡി ടൂർ? സ്റ്റഡി ടൂറിന്റെ ടോട്ടൽ ചെലവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ബസ്സിനായാലും ഫുഡിനായാലും ടിക്കറ്റിനായാലും പാർക്കിംഗ് ചാർജിനായാലും എത്രയാണ് തന്നിട്ടുണ്ട്. എല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ചെലവ് കിട്ടും. വാട്ട് ഈസ് ദ ബാലൻസ് എമൗണ്ട്? അതെങ്ങനെയാണ് കിട്ടുക? അതായത് നമ്മൾ ഓരോ കുട്ടിയിൽ നിന്നും 175 വീതം നമ്മൾ എടുത്ത് 100 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ടോട്ടൽ അല്ല. അപ്പോൾ 100 × 175 ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഇത്ര രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത്, ഇത്രയുമാണ് നമ്മുടെ ചെലവ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ കയ്യിലുള്ളത് മൈനസ് ആ ഒരു ചെലവായ തുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു എത്രയാണ് പൈസ അത് കിട്ടും. അതുപോലെ അനലൈസ് ദ ടേബിൾ ആൻഡ് പ്രിപ്പയർ എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ഉണ്ടാക്കാനായിട്ട് പറയാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് ഹൗ മച്ച് വാസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ഫുഡ് മോർ ദാൻ ദാറ്റ് ഓഫ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റിനേക്കാളും കൂടുതലായിട്ട് ഫുഡിന് ചിലവായ പൈസ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഹൗ മച്ച് വാസ് ദ എമൗണ്ട് സ്പെൻഡ് ഫോർ ഫുഡ് മോർ ദാൻ ദ പാർക്കിംഗ് ചാർജ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റി 2 കംപ്ലീറ്റ് ആയി. Okay, the next one, the picture of the farmlands of Babita and Razia is given. അപ്പോൾ ദാ 2 പേരുടെ ഫാംലാൻഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നീളം എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 9 meters ആണ്. വീതി തന്നിട്ടുള്ളത് 6 meters ആണ് ബബിതയുടെ കയ്യിൽ അല്ലേ. അതുപോലെ തന്നെ റസിയയുടെ കാര്യത്തിലോ 7 meters ആണ് നമ്മുടെ
വീതി വരുന്നത്, അതുപോലെ 7 meters തന്നെയാണ് നീളവും വരുന്നത്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ദെൻ ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് ഫെൻസ് ഷുഡ് ഈച്ച് വൺ ബിൽഡ്? അപ്പോൾ ഫെൻസിന്റെ നീളമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിനു മുൻപ് എന്തറിയണം? അതിന്റെ ചുറ്റളവ് അറിയണം, അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ നീളം പ്ലസ് വീതി ഇൻറ്റു 2 അത് നമ്മൾ യൂസ് ചെയ്താൽ മതി അല്ലേ, അല്ലെങ്കിൽ എല്ലാ അളവും കൂടെ പ്ലസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 2 into L plus B. L എത്രയാണ്? L 9 meters ആണ്, B എന്ന് പറയുന്നത് 6 meters ആണ്. ഇൻറ്റു 2 ചെയ്യുക, അപ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. അതുപോലെ റാസിയയുടെ കേസിലാണെങ്കിൽ 7 into 4 ചെയ്താൽ മതി അല്ലേ, സ്ക്വയർ ആണ്. സോ 4 times 1 side ആണ് അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്രത്തോളമാണ് ഫെൻസ് ചെയ്യേണ്ടത്, അതിന്റെ ചുറ്റളവ് കിട്ടും. ദ കോസ്റ്റ് ഓഫ് 1 meter വയർഡ് ഫെൻസ് ഈസ് 120 rupees. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്രയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടി. 30 meter ആണ് ബബിതയുടെ കേസിൽ, റസിയയുടെ കേസിൽ 28 ആണെന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 മീറ്ററിന് 120 rupees ആണെങ്കിൽ എന്ത് ചെയ്യണം? ഹൗ മച്ച് എമൗണ്ട് ഈച്ച് വൺ ഹാസ് ടു സ്പെൻഡ്? ഹു നീഡ്സ് ടു സ്പെൻഡ് മോർ മണി? ഹൗ മച്ച് മോർ? എന്തൊക്കെ കണ്ടുപിടിക്കണം? ആദ്യത്തെ കേസിൽ 120 rupees ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ബബിതയുടെ കേസിൽ 30 into 120 ആയിരിക്കും വരുന്നത്. അതുപോലെ റസിയയുടെ കേസിൽ എന്തായിരിക്കും? 28 into 120 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഹൂ നീഡ്സ് ടു സ്പെൻഡ് മോർ മണി? കൂടുതൽ ആരാണ് ചെലവാക്കിയിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു കേസിൽ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക. അതിൽ ആരുടെയാണ് കൂടുതൽ? അയാളുടെയാണ് ഏറ്റവും കൂടുതൽ പൈസ ചെലവായിട്ടുള്ളത്. ദെൻ ഹൗ മച്ച് മോർ? അപ്പോൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ മൈനസ് ചെയ്യുക, എത്രയാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ മോർ ആൻഡ് ലെസ് എന്ന് പറയുന്ന ചാപ്റ്ററും വരുന്നുണ്ട്, നമ്മുടെ ഡ്രോയിങ് ഷേപ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വിക്ടറി ഫെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗിഫ്റ്റ് കൂപ്പൺസ് ദേ ഹാവ് സോൾഡ് 300 കൂപ്പൺസ് ഓഫ് ₹50 ഈച്ച്. അപ്പോൾ അവർ 300 കൂപ്പൺസ് ആണ് വിറ്റത്, ഒരെണ്ണത്തിന് 50 rupees ആണ്. ഹൗ മച്ച് ഡിഡ് ദേ ഗെറ്റ് സെല്ലിംഗ് ദ കൂപ്പൺ? അപ്പോൾ എന്ത് ചെയ്യണം? 300 into 50 ആണ് ചെയ്യേണ്ടത്. പ്രൈസസ് ആർ given to 60 children who won in various fairs. If 90 rupees is spent for each child, what is the total cost? അപ്പോൾ 60 പേർക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ 60 into എന്ത് ചെയ്യുക? 90 ചെയ്യുക. ഓക്കെ, 90 rupees ആണ് ഒരാൾക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 60 children ആണ് ഉള്ളത്. അപ്പോൾ 60 into 90 ആണ് ചെയ്യേണ്ടത്. ലഡു ഓഫ് 5 rupees വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് 360 children ഓഫ് ദി സ്കൂൾ. ഓക്കെ, 5 രൂപയാണ് ഒരു ലഡുവിൻ്റെ വില. ഇപ്പോൾ വളരെ കൂടുതലാണ് അല്ലേ. 360 പേർക്കാണ് അത് കൊടുക്കേണ്ടത്. ഹൗ മച്ച് വാസ് സ്പെൻഡ് ഫോർ ബൈയിങ് ലഡു? സ്റ്റിക്ക് ദ റൈറ്റ് ആൻസർ. എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ 360 into 5 ചെയ്യാം. ഓക്കെ, 0 ബാക്കി 3 5 18 അല്ലേ. യെസ്, ഓക്കെ ആണല്ലോ. Then how much rupees is left after buying gifts and laddus? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ടോട്ടൽ റുപ്പീസ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട്. ദെൻ ഓരോന്നിലും ചിലവായിട്ടുള്ള പൈസ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടി ആഡ് ചെയ്ത് എന്ത് ചെയ്യാം? ടോട്ടൽ ആ ഒരു നമ്മൾ ശേഖരിച്ച ആ ഒരു പൈസയിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് ബാക്കിയുള്ളത് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും നമ്മുടെ മോർ ആൻഡ് ലെസ് പോലെ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ചാപ്റ്ററും ഇതിൽ വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒളിഞ്ഞിരിക്കുന്നത് ആര്? വളരെ എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ക്രിയകൾ ചെയ്ത് നോക്കാം. 2001 + 1999 അല്ലേ. ഈസി ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 എണ്ണമാണ് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4000 6500 5649 അങ്ങനെ നമ്പേഴ്സ് കിട്ടുന്നു. ദെൻ അത് കളർ ചെയ്യാനാണ് അല്ലേ. ആ ഒരു നമ്പേഴ്സ് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്താണ് കിട്ടുന്നുണ്ടായിരിക്കുക? അതാ നമുക്കൊരു ഫിഷ് ആണ് കിട്ടുന്നുണ്ടായിരിക്കുക അല്ലേ. ഇതിനുള്ളിൽ വരുന്ന ആ ഒരു നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക ആണല്ലോ. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നമുക്ക് ആരെ കിട്ടി? ഒരു ഫിഷിനെ കിട്ടുന്നുണ്ടാവും അല്ലേ. അതായത് 4000 വരുന്നുണ്ട്, 3480 വരുന്നുണ്ട്, അതുപോലെ തന്നെ 5649, അതുപോലെ 6500, അതുപോലെ തന്നെ നമ്മുടെ 1011.
ആണല്ലോ. അങ്ങനെ 5 നമ്പേഴ്സ് വരുന്നുണ്ട്. ഒരു ഫിഷ് ആയിരിക്കും മക്കൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പഞ്ചായത്തിലെ 4 കുടുംബശ്രീ യൂണിറ്റ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ തുക ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരും കൊടുത്തിട്ടുള്ള പൈസ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു രൂപയുടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തുക നൽകിയ കുടുംബശ്രീ യൂണിറ്റ് ഏതാണ്? അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ് രൂപ എന്ന് നോക്കുക. 5000 വരുന്നതാണ്. അപ്പോൾ 5397 വരുന്ന നവജ്യോതി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. കാവേരി കുടുംബശ്രീ യൂണിറ്റിനേക്കാൾ എത്ര രൂപ കൂടുതൽ സൗപർണിക കൊടുത്തു? അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? സൗപർണിക എത്രയാണ് കൊടുത്തതെന്ന് നോക്കുക. 5188 ആണ്. മൈനസ് കാവേരി 4370 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണെന്ന് കിട്ടും. 4 കുടുംബശ്രീ യൂണിറ്റും കൂടി കൊടുത്ത തുക എന്ന് പറയുമ്പോൾ ഇത് 4 കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. ദെൻ കുടുംബശ്രീ യൂണിറ്റുകളുടെ സംഭാവന 2000 തികയ്ക്കാൻ 20,000 തികയ്ക്കാൻ ഇനി എത്ര രൂപ കൂടി വേണം? ശരിയായതിന് നേരെ ടിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 20,000 ആക്കണം അല്ലെ? 20,000 ആക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ പൈസ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് 4 കൂടെ ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു നമ്പർ എന്ത് ചെയ്യുക? ഈ 20,000-ൽ നിന്ന് 20,000-ൽ നിന്ന് മൈനസ് ചെയ്യുക. എത്രയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എത്ര ആക്ടിവിറ്റീസ് ആണുള്ളത്? 6 ആക്ടിവിറ്റീസ് ആണുള്ളത് അല്ലേ? ഓക്കെ, 1 2 3 4 5 6 ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചത് ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ട് എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പാടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൾട്ട് ആയിരുന്നു എന്നുണ്ടെങ്കിലും എന്ത് ചെയ്താൽ മതി മക്കൾ? എന്ത് ചെയ്യുക? ഈ ഒരു എക്സാം കഴിഞ്ഞത് മാറ്റിവെക്കുക. ഇനി അടുത്ത എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുക. ഇനി നമുക്ക് EVS എക്സാം ഉണ്ട്, ലാംഗ്വേജ് എക്സാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? സെറ്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞത് പാടായിക്കോട്ടെ, ഈസി ആയിക്കോട്ടെ, അത് മറക്കുക. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് വെക്കുക. അതിൽ എന്താണ് മിസ്റ്റേക്ക് വന്നത് എന്നുള്ളത് മക്കൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വന്നത്? കൂട്ടുന്നത് തെറ്റിപ്പോയോ, കുറച്ച് തെറ്റിപ്പോയോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയതിൽ ഞാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയോ എന്നുള്ളതൊക്കെ സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതങ്ങോട്ട് മാറ്റി വെക്കുക. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് മക്കളെ.